നമസ്കാരം കൊച്ചു കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു സുന്ദരി പശുക്കുട്ടി ഉണ്ടായിരുന്നു. ആ പശുക്കുട്ടിയുടെ പേരാണ് സുന്ദരി പശു. എന്നു രാവിലെ സുന്ദരിയെ കൂട്ടി അപ്പു പുല്ലുമേയാൻ പോകുമായിരുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലതു തന്നെ. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഈ രാജാവിന് നായാട്ട് ഇഷ്ടമുള്ളൊരു വിനോദമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യമായി. ഇന്ന് ഞാനൊരു കൊച്ചു കഥയാ പറയുന്നത്, സൂത്രശാലിയായ പിട്ടുമുയലിന്റെ കഥ. എന്നാൽ നമുക്ക് കഥയത് കേട്ടു നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഇത് പഞ്ചമിക്കാട്ടിലാണ് നടക്കുന്നത്. പഞ്ചമിക്കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് സടയസിംഹം. അവൻ മഹാദുഷ്ടനായിരുന്നു. എന്ന് മൃഗങ്ങളെ ഉപദ്രവിക്കും. ഇത് ചെവിയല്ലല്ലോ, അരി ചേറ്റിടും മുറമല്ലേ. ആന പറഞ്ഞു, കുഞ്ഞുണ്ണീ എന്റെ മൂക്കിത് കണ്ടില്ലേ? അമ്പമ്പോ ഇത് മൂക്കല്ലല്ലോ, വെള്ളമടിക്കും കുഴലല്ലേ. കുരുവി വരു കുരുവി, വാഴ കൈമേ ഇരു കുരുവി. നാരു തരാം ശകുരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. രല്ലേ മഴയല്ലേ, തണലിരിക്കുക സുഖമല്ലേ. തൊട്ടിട്ടും പോകുന്നില്ല, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല. അരയോളം കയറിയല്ലോ തോണറുമ്പ്, അരയോളം കയറിയല്ലോ തോണറുമ്പ്. തൂത്തിട്ടും പോകുന്നില്ല, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല. കൊമ്പുകുലുക്കണ കുട്ടപ്പ, ആനക്കാരെ വീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ഡും ഡും ഡും